ഇത് പഴയ കാറിന്റെ ലൈറ്റാ, മണ്ണെണ്ണയിൽ കത്തുന്ന വിളക്ക്. പെണ്ണുങ്ങളുടെ സൗന്ദര്യം കൊണ്ടല്ല, ഈ ഗോൾഡൻ കളർ അടിക്കുന്നോണ്ടാണ് ആ ഒരു ഭംഗി വരുന്നത്. നമ്മള് രണ്ടുപേരും കൂടി നാമം ജപിക്കാനിരിക്കുന്നതല്ല, വിളക്കുകൾ കാണാൻ വേണ്ടിട്ടിരിക്കുന്നതാണ്. ഇത് ചെറിയ വിളക്ക്. ഇതിലും ചെറിയ വിളക്ക് എന്റെ കയ്യിലിരിപ്പുണ്ട്. ഇതും കൊണ്ട് കുത്താൻ പറ്റും. അത്യാവശ്യം ഒന്ന് വീണാ പോലും. അതാ, ഇനി ഇത് നല്ല റെയർ ആയിട്ടൊരു വിളക്കാണ്. ഇത് നല്ല പഴക്കമുള്ള വിളക്കാന്ന് ആദ്യമേ തോന്നില്ല. ഇത് തൊട്ട് 280 വിളക്കാണ് നമ്മൾ പരിചയം. വെറൈറ്റി വിളക്കുകളുടെ കളക്ഷൻ നമ്മുടെ സന്തോഷേട്ടന്റെ അടുത്ത്. അതെ തന്നെ, ഈ വാസ്തു വിളക്ക് കിട്ടാൻ പാടാണ്. അയിരൂരുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന ഒരു സാധനം അത്. കളരി വിളക്ക് അങ്ങനെയുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ തന്നെ. ഓക്കെ, ലോകത്ത് രണ്ടിടത്തേ ഉള്ളൂ. ഒന്ന് നമ്മുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിലും ഒന്ന് നമ്മുടെ ശിലാമ്യൂസിലുമാണ്. പത്മനാഭസ്വാമി ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നതാണ്. ഇത് പക്ഷെ നേരെ കിടക്കുക. ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുവാന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് വെള്ളോടാണ് ഏറ്റവും കൂടുതൽ ചേർന്നേക്കുന്നത്. അതുകൊണ്ടാണ് കളർ വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ ഇപ്പൊ ഇച്ചിരിയുള്ള പുട്ടൊക്കെ കഴിക്കാം. ഇതൊരു 3 പേര് കഴിക്കും. ഇപ്പം ഇത് കത്തിച്ചു കഴിഞ്ഞാൽ വാസ്തുപരമായിട്ട് ബന്ധപ്പെട്ട ദോഷമൊക്കെ മാറുമെന്നാണ് പറയുന്നത്. 1930 കാലഘട്ടത്താണ് ഈ സാധനം. പെട്രോമാക്സ് ആയത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളക്കാണ് രാവണ വിളക്ക്. കണ്ടിട്ടേ ഇല്ല. പല ടൈപ്പ് വിളക്ക് ഉണ്ടാക്കുന്ന ഇഷ്ടമായോണ്ടാണ് അങ്ങനെ. കത്തിക്കാൻ പറ്റത്തില്ല, കൗതുകത്തിന് വേണ്ടിയുള്ള.